തിരുവനന്തപുരത്തിന് തെക്കുള്ള പരണിയം എന്ന സ്ഥലവാസിയാണ് ബിനിൽ കുമാർ എന്ന ഈ യുവാവ്. അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽപ്പെട്ട ഈ വ്യക്തിയുടെ വാരിയെല്ലിനേറ്റ ക്ഷതം അതീവ ദുഃഖത്തിന്റെ നാളുകൾ സമ്മാനിച്ചു. എന്നാൽ പതറാത്ത മനസ്സുമായി ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ കിടക്കയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിച്ച അത്ഭുത സാക്ഷ്യമാണ് ബിനിൽ കുമാർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ സർവീസ് സെൻറ്ററിൽ പോയി. അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാതെ ആ സർവീസ് സെൻറ്ററിലൊരു കുഴി എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലരെങ്കിലും. അപ്പോൾ അതൊരു എന്നെക്കാൾ പൊക്കമുള്ളൊരു കുഴിയാണ്. അതിന് വീതി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ വീതി കുറഞ്ഞ ആ കുഴിക്കകത്ത് ഞാനത് ശ്രദ്ധിക്കാതെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിന്നിലേക്ക് നടന്നു വരികയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ കാലെടുത്ത് വച്ചത് ഈ കുഴിയുടെ അകത്തായിപ്പോയി. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ആ കുഴിയുടെ അകത്തേക്ക് വീഴുവാനും എൻ്റെ ഈ വലതുഭാഗം ചെന്ന് കുഴിയുടെ മറു സൈഡിലെ ആ ഭിത്തിയിൽ ചെന്ന് ഇടിക്കുകയും ഉണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയുണ്ടായി. പെട്ടെന്ന് തന്നെ ആംബുലൻസ് പിടിച്ച്, കാരണം എനിക്ക് അല്പം പോലും ബ്രീത്ത് കിട്ടുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ബലം പ്രയോഗിച്ച് തന്നെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്പം പോലും എനിക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, മരിച്ചു പോകാനുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. കാരണം ശ്വാസം കിട്ടാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ആംബുലൻസ് പിടിച്ച് എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആംബുലൻസിൽ ഇരിക്കുന്ന വ്യക്തികളെ ഇടയ്ക്കിടയ്ക്ക്, അത് പിന്നെ ആശുപത്രിയിൽ നിന്ന് ഞാൻ ബോധം കിട്ടുന്ന സമയത്താണ് ഇതറിയുന്നത്, ആംബുലൻസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ആശുപത്രിയിൽ എൻ്റെ കൂടെയൊക്കെ ഇരുന്ന ആൾക്കാരെ ഒരു 2-3 മിനിറ്റ് ഇടവിട്ട് ഈ അവിടെ നിന്ന് അപകടം സംഭവിച്ച അവിടെ നിന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം അവർ വിളിച്ചു ചോദിച്ചു, എങ്ങനെ ഇപ്പം വ്യത്യാസമുണ്ടോ, മാറ്റമുണ്ടോ, അതോ അനക്കമില്ലാത്ത അവസ്ഥയിലാണോ, അതായത് അവരുടെ ഉള്ളിൽ ജീവനുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം അപകടം കണ്ട വ്യക്തികൾ എന്നെക്കുറിച്ച് വിചാരിച്ചത് അങ്ങനെയാണ്. കാരണം ഇവൻ ഇനി ജീവിക്കത്തില്ല, ആ രീതിയിലാണ് എൻ്റെ അവിടുത്തെ അവസ്ഥയായിരുന്നത്. അപ്പോൾ കാരണം ശ്വാസം കിട്ടുന്നില്ല, ഒരു അനക്കമില്ലാത്തൊരു സാഹചര്യത്തിലാണ് എന്നെ ആംബുലൻസിലെടുത്ത് കയറ്റിക്കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടവർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി. ഞാൻ ആ അവസ്ഥ കാണാത്തത് കൊണ്ട് എനിക്കറിയില്ല. കാരണം ആശുപത്രിയിൽ പിന്നെ എന്നോട് എന്നെ കൊണ്ടുപോയ ആൾക്കാർ പിന്നീടാണ് എന്നോട് പറഞ്ഞത്, ബിന്നിലെ നീ ഇങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഈ ഒരു ആരോഗ്യത്തോടു കൂടി നീ ഇരിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അവിടെ നിന്നവരൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുകയാണ്, എങ്ങനെ ഇപ്പോൾ ചലനമുണ്ടോ, ജീവനുണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. ആ രീതിയിലായിരുന്നു എന്നെ അവിടെ നിന്ന് ആശുപത്രിയിൽ ആ വാഹനത്തിലോട്ട് കൊണ്ടുവന്നത്. ആശുപത്രിയിൽ വന്നപ്പോഴും എനിക്ക് പെട്ടെന്നൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. കാരണം അത്രയും ക്രിട്ടിക്കലായിട്ടാണ് ഞാൻ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ചെന്ന് ചേരുവാനായിട്ട് ഇടയായത്. ഒരു 10 ദിവസത്തോളം, ഏകദേശം 10 ദിവസത്തോളം ഞാൻ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്, എനിക്ക് 3 വാരിയലുകൾ, ഈ വലതുവശത്തെ 3 വാരിയലുകൾ പൊട്ടിയിട്ടുണ്ടെന്നും, അതുപോലെ ആ വാരിയലിൽ പൊട്ടിയ ഒരു വാരിയലിൽ വന്ന് ശ്വാസകോശത്തിൽ തട്ടിയത് മുഖാന്തരം അവിടെ ഒരു ചതവുണ്ടായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. അപ്പോൾ ശ്വാസകോശത്തിൽ അങ്ങനെ ഒരു ചതവുണ്ടായതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് നിവർന്ന് എണീക്കുവാനോ കട്ടിൽ നിന്ന് എണീക്കുവാനോ കിടക്കുവാനോ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എൻ്റെ ഭാര്യയുടെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അവരാണ് എന്നെ താങ്ങി എണീപ്പിക്കുകയും അതുപോലെ കിടക്കാൻ സമയത്ത് അവരെന്നെ വളരെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ എനിക്ക് കിടക്കാനും പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ എനിക്കൊന്ന് എണീക്കണമെന്ന് തോന്നിയാൽ പോലും പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞാൻ ഡോക്ടർ ഡോക്ടറോട് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഒരു 3 മാസത്തോളം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും. 3 മാസം കഴിഞ്ഞാലേ നിങ്ങൾക്ക് കൈ ഉയർത്തുവാനും അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിക്ക് എണീറ്റ് നടക്കുവാനും അതിനൊക്കെ പറ്റുള്ളൂ. കാരണം വാരിയലിന് പൊട്ടലുള്ളതാണ്, വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളൊരു നോർമൽ അവസ്ഥയിലോട്ടാകണമെങ്കിൽ ഈ ഭയങ്കരമായിട്ട് വേദനയുണ്ടായിരുന്നു. അപ്പോൾ വേദനയൊക്കെ മാറണമെങ്കിൽ 3 മാസത്തോളം ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം ഞാൻ കർത്താവിനെ അറിഞ്ഞു, ആ ഒരു ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായപ്പോൾ, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പ്രതികൂലം ഉണ്ടായതെന്നൊക്കെ ഞാൻ ചോദിക്കുവാനിടയായി. പക്ഷെ ആ സമയം എനിക്ക് കർത്താവ് ഒരു വചനം തന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ അവിടെ
യേശു കർത്താവ് നടന്നു പോകുന്ന സമയത്ത് പിറവിയിലെ കുരുടനായൊരു വ്യക്തിയെ കാണുകയും അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കർത്താവേ, ഗുരുവേ, എന്തുകൊണ്ടാണ് ഗുരു ഇങ്ങനെ ഒരവസ്ഥ ഈ മനുഷ്യനുണ്ടായത്? അവനോ അല്ലെങ്കിൽ അവൻ്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും പാപം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ കർത്താവ് അവരോട് മറുപടി പറയുന്നത്, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ ആരും കുറ്റം ചെയ്തിട്ടോ പാപം ചെയ്തിട്ടോ അല്ല അവൻ ഈ അവസ്ഥ ഉണ്ടായത്. പിന്നെ ഈ അവസ്ഥ അവനിപ്പോൾ ഉണ്ടായതിന് കാരണം ഒരു ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടാനാണെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അപ്പോൾ ആ വചനം ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ആ വചനം ഭയങ്കരമായിട്ട് ശക്തി തന്നു, എന്നെ ധൈര്യപ്പെടുത്തി. ഇത് എനിക്കൊരു തകർച്ചയ്ക്കല്ല, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായത്. ഇതൊരു അപകടം എന്ന് ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിനെ ഒരു അപകടമായി കണ്ടു, ഇവൻ ഇതോടെ തകർന്നു പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഞാനും ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, കർത്താവേ, കാരണം ആ വീഴ്ന്നു കിടന്ന സമയത്ത് എനിക്ക് ശ്വാസം കിട്ടാത്തൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇത് ശ്വാസം കിട്ടാതെ ഇങ്ങനെ നിന്ന് പോയാൽ എത്ര സമയം ഒരാൾക്ക് ശ്വാസം എടുക്കാതെ നിൽക്കാൻ പറ്റും? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ മരിച്ചു പോകുമെന്ന് പോലും എനിക്ക് ആ സമയത്ത് തോന്നി. എന്നാൽ ഞാൻ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും കർത്താവ് എനിക്കൊരു സൗഖ്യം തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എണീറ്റ് നടക്കുവാനും എൻ്റേതായ കാര്യങ്ങൾ നടത്തുവാനും അവർ 3 മാസം എന്ന് പറഞ്ഞത് എനിക്കൊരു 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇറങ്ങി പുറത്തൊക്കെ നടന്നു പോകുവാനും എല്ലാത്തിനുള്ളൊരു സൗഖ്യം കിട്ടി. ഇപ്പോൾ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. സാധാരണ ഒരു വ്യക്തി ചെയ്യുന്ന ഏകദേശ കാര്യങ്ങളും എനിക്കിന്ന് ചെയ്യാൻ പറ്റുന്നു. ഞാൻ സ്വന്തമായിട്ടിപ്പോൾ കാർ ഓടിക്കുവാനും ഇന്ന് ആദ്യമായിട്ട് ഇന്നിപ്പോൾ 2 ആഴ്ചയും 2 മാസവും 2 ആഴ്ചയുമായി ഇന്ന് ഞാൻ ബൈക്ക് വരെ ഓടിച്ചു പോകുവാൻ എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. അപ്പോൾ ആ വചനം ഞാൻ വായിച്ചപ്പോൾ, അതായത് യേശു ശിഷ്യന്മാരോട് പറയുന്നു, ഈ സംഭവിക്കുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ സംഭവിക്കാൻ, ഇയാൾക്ക് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകാനായിട്ടുള്ള കാരണം ഇത് ആരുടെയും ഒരു പാപത്തിൻ്റെ ഫലമല്ല, അത് ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടണം. അപ്പോൾ അയാൾക്കൊരു സൗഖ്യം കിട്ടുമ്പോൾ ആ ദേശത്തിൽ യേശു സൗഖ്യം കൊടുത്തു എന്നറിയുവാനും ആ മനുഷ്യനിലൂടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാനുമായിരുന്നു എന്നുള്ള വചനമാണ് ഞാൻ അവിടെ വായിച്ചത്. അപ്പോൾ പെട്ടെന്ന് അതെൻ്റെ ഹൃദയത്തിലൊന്ന് സ്ട്രൈക്ക് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത് എനിക്കൊരു സൗഖ്യത്തിൻ്റെ വചനമാണോ? ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയം അതിനെ ഉൾക്കൊണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും പെട്ടെന്നൊരു മനസ്സിൽ വിഷമം, നിരാശയൊക്കെ ഉണ്ടായി. കർത്താവേ, ഞാനും വീണുപോയല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഒരു പ്രശ്നം പറ്റിപ്പോയല്ലോ എന്ന് ഞാനും ചിന്തിച്ചു പോയി. പക്ഷെ ആ വചനം ഞാൻ വായിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് കർത്താവിനോട് ഇടപെട്ടതുപോലെ എനിക്കൊരു ധൈര്യം പെട്ടെന്ന് ഉണ്ടാകുവാനായിട്ട് ഇടയായി. അപ്പോൾ ആ വചനം ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇതൊരു നാശത്തിന് വേണ്ടിയല്ല, ഇതൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് എന്നെ ധൈര്യപ്പെടുത്തുവാനിടയായി. അപ്പോൾ ഇതൊരു സാക്ഷ്യം പറയുവാനായിട്ടുള്ള സാഹചര്യമായിട്ട് തീരുമെന്ന് തന്നെ ഞാൻ ആ സമയം മുതൽ എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ ഇങ്ങനെ കിടന്നു പോകത്തില്ല. കാരണം ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അനേക വ്യക്തികൾ ഇതുപോലെ ഇതിനേക്കാൾ ചെറിയ വീഴ്ചയിൽ വീണ അനേക വ്യക്തികൾ ഇന്ന് എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നും അവരുടെ കിടക്ക വിട്ട് എണീക്കുവാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മാനുഷികമായ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു പോയി, കർത്താവേ, ഇത് ഞാനിങ്ങനെ കിടന്നു പോകാനായിട്ടുള്ള ഇനി കുറേ കാലത്തേക്ക് ഞാൻ കിടന്നു പോകാനുള്ള ഒരു അവസ്ഥയായിട്ട് ഇത് മാറുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ വചനം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് തന്നെ പറയാൻ തുടങ്ങി, ഇത് ഒരു ദോഷത്തിനല്ല, ഞാനിത് കിടന്നു പോകാനുള്ളൊരു സാഹചര്യമായിട്ട് ഇത് മാറത്തില്ല, ഇതൊരു സാക്ഷ്യം പറയാനുള്ള സാഹചര്യമായിട്ട് മാറുമെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ആ ചിന്ത എന്നിൽ വളർന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എണീക്കാനൊക്കെയുള്ളൊരു ശക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് ഇതായിരുന്നു, ഈ ഉണ്ടായ ആപത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായ ഒരു അനർത്ഥം എനിക്ക് ദോഷത്തിനായിട്ടല്ല, ഇതൊരു സാക്ഷ്യം പറയുവാനായിട്ട് തന്നെ ആയി തീരും എന്ന് ഞാൻ അന്ന് എൻ്റെ ഉള്ളിൽ ചിന്തിച്ചത് ഇന്ന് നിവൃത്തിയായതായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്. കാരണം ഇന്ന് അനേക മക്കളോട് ഇതിനെ ഒരു സാക്ഷ്യം പറയുവാൻ, ഞാൻ അന്ന് മരിച്ചുപോയൊരു അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിലും എൻ്റെ ദൈവം എന്നെ മരിക്കുവാനോ അല്ലെങ്കിൽ ഒരു അനർത്ഥമുണ്ടാകുവാനോ ഇടയാക്കാതെ, ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് കിടന്നു പോകുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതെ ഇന്ന് എൻ്റെ ഈ ചാനലിലൂടെ കേൾക്കുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന ഒത്തിരി പേർക്ക് ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ആ സംഭവം ഇടയായി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കർത്താവ് അങ്ങനെ അത്ഭുതം തന്നെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു, ഒരു സാക്ഷ്യമായിട്ട് അത് മാറി.
ഞാനൊരു യൗവനക്കാരനായിരുന്ന സമയത്ത് സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ബൈക്കിലിങ്ങനെ ബൈക്ക് ഓടിച്ച് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും സുവിശേഷ പ്രസംഗങ്ങളും കർത്താവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ മുൻപിൽ കൂടെ അവരെ പരിഹസിച്ചുകൊണ്ട് കൂവി വിളിച്ച് തെറി വിളിച്ചുകൊണ്ടൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണ യൗവനക്കാർ ആ സമയത്തുണ്ടാകുന്ന ഒരു അറിവുകേടിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമോശമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനുമായിട്ടൊക്കെ എനിക്ക് സാഹചര്യമുണ്ടായത്. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി ഒരു കലാകാരനാണ്, ഒരു ദിവസം പുള്ളി ഒരു സ്ഥലത്ത് അല്പം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ് പുള്ളി. അപ്പോൾ പുള്ളി ഒരു സ്ഥലത്ത് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ച് തിരിച്ച് ഭവനത്തിൽ വരാൻ പറ്റാത്ത അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിക്കാൻ ഇടയായി. അപ്പോൾ ഞാൻ അവിടെ പോയി പുള്ളിയെ ബൈക്കിൽ കയറ്റി തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, കാരണം അച്ഛൻ വീട്ടിലുണ്ട്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ മണം പുള്ളിക്ക് അച്ഛനെ അടിച്ചാൽ ബുദ്ധിമുട്ടാവും, വിഷയമാകും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റി നിന്നിട്ട് പതുക്കെ ഒന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്ന സമയത്ത് ഒരു കൺവെൻഷൻ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ പുള്ളി തന്നെ എന്നെ അവിടേക്ക് നിങ്ങളൊന്ന് കയറിയിരിക്കുക, അതിനകത്ത് കയറി പ്രസംഗമൊക്കെ കേട്ടിട്ട് വാ, ഞാനിവിടെ പുറത്തേക്കാന്ന് പറഞ്ഞ് പുള്ളി എന്നെ നിർബന്ധിച്ച്. അപ്പം ഞാൻ ആ കൂട്ടുകാരനോട് പറയുകയാണ്, എനിക്കിങ്ങനെയുള്ള കൺവെൻഷനൊന്നും ഇഷ്ടമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് പുള്ളിയായിട്ട് വാഗ്വാദം ഉണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനല്ല, നിങ്ങളിത് കേൾക്കെന്ന് പറഞ്ഞിട്ട് എന്നെ ശക്തമായിട്ട് തള്ളി അതിനകത്ത് ആ ഗ്രൗണ്ടിനകത്തോട്ട് കയറ്റി. പക്ഷേ എന്നിട്ട് പുള്ളി പുറത്താണ് നിന്നത്, ഞാൻ അകത്തേക്ക് നടന്നു പോയിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും പുറകിലത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ എന്നെപ്പോലെ എന്നെക്കാളും കുറച്ചുകൂടി പ്രായമുള്ളൊരു യുവാവായ ഒരു ദൈവദാസൻ അവിടെ നിന്ന് വചനം ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എവിടെയോ ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാനത് പിന്നീട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വചനമാണ് ദൈവം എന്നുള്ള ഒരു ബോധം അന്ന് അവിടെ സുവിശേഷത്തിൽ കേൾക്കാൻ എനിക്കിടയായി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യമാണെന്ന് തോന്നുന്നു അന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. അപ്പോൾ ആ വചനം ദൈവമാണെന്നുള്ള വാക്യം എന്നെ പെട്ടെന്ന് ആകർഷിച്ചു. അവിടെ വചനമാണ് ദൈവമായി നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായി. ആ വചനം പെട്ടെന്ന് എന്നിലൂടെ ക്രിയ ചെയ്ത് ഞാൻ പോലും അറിയാതെ ആ സുവിശേഷത്തിന് ഞാൻ കീഴ്പ്പെടുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഹൃദയത്തിലൊരു ചിന്ത, മാനസാന്തരം പോലൊരു ചിന്തയുണ്ടായി. ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകുവാനും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം ജീവിതത്തിൽ അതുവരെ ചില ബുദ്ധിമുട്ടുകളിലൂടെയും ഭയങ്കരമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ജീവിതം ഇങ്ങനെ പോയാൽ എന്താകുമെന്നുള്ള ഒരു ചിന്തയൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ജീവിതം അവസാനിച്ചെങ്കിൽ തന്നെ കൊള്ളാമായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ച ചില സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ അന്നത്തെ ദിവസം പെട്ടെന്ന് കർത്താവിനെ വലിച്ച് ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ പെട്ടെന്ന് ഈ വചനത്തിലേക്ക് എന്നെ ആകർഷിച്ച് അങ്ങോട്ട് ആ ദൈവസന്നിധിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണെന്നുണ്ടായത്. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. ഞാൻ കർത്താവിനെ അറിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ തന്നെ ഭയങ്കരമായിട്ട് അനുഗ്രഹം ഉണ്ടാകുവാനും കർത്താവിനെ കുറിച്ചൊക്കെ പലരോടും പറയുവാനുമൊക്കെ എനിക്ക് സാഹചര്യം ഉണ്ടായി. അങ്ങനെ രക്ഷയിലേക്ക് വന്നു. ആ ദേവദാസനിലൂടെ ഞാൻ വചനം കേട്ടു. ആ വചനം എന്നെ ശുദ്ധീകരിച്ചു, വചനം എന്നെ മാനസാന്തരപ്പെടുത്തി. ഞാൻ ദൈവത്തെ അറിയാനിടയായി. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് എനിക്ക് തരുവാനിടയായി. ഞാൻ ദൈവവചനം എന്താണെന്ന് പോലും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ശേഷം കർത്താവിനെ ആ കൺവെൻഷനിലൂടെ സ്പർശിച്ച ശേഷം ഞാൻ പലപ്പോഴും വചനത്തെക്കുറിച്ച് പലരോടും സംസാരിക്കുവാനായിട്ട് എനിക്ക് അവസരങ്ങളുണ്ടായി. എൻ്റെ സുഹൃത്തുക്കളോടും അയൽക്കാരോടും ഒക്കെ ഞാൻ തന്നെ സുവിശേഷം പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ എനിക്ക് കീബോർഡ് ഓർഗണിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ കർത്താവിനെ പാടി ആരാധിക്കുവാനായിട്ട് മനസ്സിലൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കീബോർഡ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു, കീബോർഡ് വായിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അതെല്ലാം കർത്താവ് വളരെ അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് സാധിപ്പിച്ചു തന്നു. ഞാനിപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ കീബോർഡ് വായിക്കുവാനും അതിൻ്റെ കൂടെ പാടുവാനും കർത്താവിനെ ആരാധിക്കുവാനുമായിട്ടുള്ള ഒരു കൃപ കർത്താവ് തന്നു. ഒരു കീബോർഡ് വാങ്ങിക്കുവാനായിട്ടുള്ളൊരു അനുഗ്രഹവും തന്നു. അതുപോലെ ഞങ്ങൾ 1-2 കുടുംബക്കാർ ചേർന്ന് ഭവനത്തിലൊരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ മാസത്തിലൊരു ദിവസം നമ്മുടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വീട്ടിനടുത്തൂടെയുള്ള ആൾക്കാരൊക്കെ ആ പ്രാർത്ഥനയ്ക്ക് വന്നു ചേരുന്നു. ഒത്തിരി പേർക്ക് അതൊരു ആശ്വാസമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞ ശേഷം അത്ഭുതകരമായിട്ട് തന്നെയാണ് കർത്താവ് എൻ്റെ കുടുംബത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനു മുമ്പ് പല പല പ്രയാസങ്ങളും ഒരു അലച്ചിൽ തന്നെയായിരുന്നു ജീവിതത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ കർത്താവിനെ അറിഞ്ഞ ശേഷം കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുന്നു എന്ന് പറയാൻ കാരണം എനിക്ക് നല്ലൊരു ഭവനം ഇല്ലായിരുന്നു. ഒത്തിരി പേര് നല്ല ഭവനത്തിൽ താമസിക്കുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഭവനത്തിൽ താമസിക്കണമെന്ന്. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് ഞങ്ങൾ പേപ്പറിൽ എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഞങ്ങൾക്കൊരു നല്ല ഭവനം തരണം, ആ ഭവനത്തിൽ ഞങ്ങൾ കയറി താമസിക്കുകയും ആ ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയും എല്ലാം വെക്കണം എന്നുള്ളൊരു പ്രാർത്ഥന ഞങ്ങൾ പേപ്പറിൽ എഴുതി വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങൾക്കൊരു ഭവനം തരുവാനായിട്ടിടയായി. ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് ആ ഭവനം പണി തീർക്കുവാൻ കഴിഞ്ഞതെങ്കിലും ഭയങ്കര അനുഗ്രഹം. ഇപ്പോൾ ഈ ഭവനത്തിൽ വന്ന് കയറുന്നവർ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭവനം തന്നെ നിങ്ങൾക്ക് ദൈവം തന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഞങ്ങൾ ആ ഭവനത്തിന് വേണ്ടി ഒരു പൈസയും ഇല്ലാതെയാണ്, വളരെ 10,000-25,000 രൂപ മാത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ ഭവനത്തിൻ്റെ പണി ആരംഭിച്ചത്. എന്നാൽ ഭവനത്തിൻ്റെ പണി എൻ്റെ വീടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ കുറച്ചകത്തോട്ടാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് അകത്ത് വരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വഴി വളരെ ചെറുതായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കരിങ്കല്ലും അതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടെത്തിക്കാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ അനേക മക്കളെ ദൈവം ഉപയോഗിച്ചു എനിക്ക് വേണ്ടി, എന്നെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി യുവാക്കളെയൊക്കെ കർത്താവ് ഒരുക്കി. ഞാൻ മാത്രമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഭവനത്തിൻ്റെ പണി ഇവിടെ എത്തത്തില്ലായിരുന്നു. കാരണം കുറച്ച് പണിയുമ്പോൾ തന്നെ ഞാൻ നിരാശപ്പെട്ടു. ഒന്നാമത് പൈസയുടെ കുറവുണ്ട്, പിന്നെ ചുമട് ഒറ്റയ്ക്ക് കിടന്ന് ശരിക്കും പണി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ മുമ്പോട്ട് ഭയങ്കര പ്രതികൂലമാണെന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വരികയും ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ നിർത്തിപ്പോകേണ്ടൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ദൈവം അവിടെ ഒന്നും എന്നെ തളർത്താതെ തന്നെ കൊണ്ടുവരേണ്ടവരെയൊക്കെ കൃത്യസമയത്ത് കൊണ്ടുവന്ന് സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി. പ്രത്യേകമായിട്ട് പറയേണ്ടത് സാമ്പത്തികമാണ്. ഇന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലിയിലിരിക്കുന്നവർ പോലും ഒരു ഭവനം പണിയാനായിട്ട് ഒരു 5 തവണയെങ്കിലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഭവനം പണി എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ സാമ്പത്തികത്തെക്കുറിച്ച് ഒന്ന് ഭയപ്പെട്ടെങ്കിലും കർത്താവ് അനേക മക്കളിലൂടെ എന്നെ സഹായിക്കുവാനും, പലരും പലിശ ഇല്ലാത്ത രീതിയിലൊക്കെ സഹായിച്ചു. അതുപോലെ അല്ലാത്ത രീതിയിലുമൊക്കെ ഒത്തിരി പേര് ദൈവം എനിക്ക് സാമ്പത്തികം തന്ന് സഹായിക്കുവാനായിട്ട് ദൈവം അവർക്ക് പ്രേരണ ഉള്ളിൽ കൊടുത്തു. അങ്ങനെ പലരുടെയും സഹായത്താൽ ശാരീരികമായിട്ടുള്ള അധ്വാനത്തിൻ്റെ സഹായം കൊണ്ടും അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള സഹായമൊക്കെ കൊണ്ട് എനിക്ക് ഭവനം പണി തീർക്കുവാനും, വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ തന്നെ നല്ലൊരു ഭവനം, എല്ലാ സൗകര്യങ്ങളും കൂടുകൂടി ഉള്ള നല്ല ഒരു ഭവനം പണിത് ആ ഭവനത്തിൽ കയറി താമസിക്കുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. അപ്പോൾ നമ്മൾ അന്നേ പ്രാർത്ഥിച്ചൊരു വിഷയമാണ്, കർത്താവ് ഞങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം തരികയാണെങ്കിൽ ആ ഭവനത്തിൽ ഞങ്ങൾ ഒരു പ്രാർത്ഥന വയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭവനത്തിൽ എല്ലാ മാസവും ഒരു പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്. അനേക മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നുകൂടുന്നുണ്ട്. ഒത്തിരി പേർക്ക് അതൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് പലരും പറയപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് തന്നെയാണ് പല മേഖലകളിൽ. വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കാർ എടുക്കുവാനായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു. അതുപോലെ നല്ലൊരു പഴയൊരു 2 വീലർ ഉണ്ടായിരുന്നു. എന്നാൽ ഭവനം പണിത് നമ്മളിവിടെ കയറിയതിന് ശേഷം നല്ലൊരു 2 വീലർ എനിക്ക് കർത്താവ് തന്നു. അതുപോലെ എല്ലാ മേഖലകളിലും കർത്താവ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വചനത്തിൽ പറയുന്നു, നീ വാലല്ല തല തന്നെ ആയിത്തീരും എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് ഒരു വാലല്ല തല തന്നെ ആയിരിക്കുന്ന അവസ്ഥ കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. എല്ലാത്തിനും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്, നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ നിങ്ങളോട് പറയുന്നത്, നമ്മളെ കർത്താവ് എല്ലാവരെയും കർത്താവ് തിരഞ്ഞെടുത്തവരാണ്. ആരെയും കർത്താവ് ഉപേക്ഷിച്ചവരല്ല. കാരണം നമ്മളെല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെ എല്ലാവരെയും കർത്താവിലേക്ക് തന്നെ തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, നമ്മളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ സുവിശേഷം കേൾക്കുന്നിടത്ത് നമ്മൾ എങ്ങനെയാണോ അവരെ പുച്ഛത്തോടെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരെ വളരെ ദേഷ്യത്തോടു കൂടി അവരെടുത്ത് നമ്മൾ പെരുമാറിക്കൊണ്ടിരുന്നത്, അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ
വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ശൗലെന്ന ഒരു വ്യക്തി ക്രിസ്ത്യാനികൾക്ക് നേരെ ഭയങ്കരമായിട്ട് ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗല്. ആ ശൗല് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ഭയാനകമായ വ്യക്തിയായിരുന്നു. അനേകരെ കൊല്ലുവാനും അനേകരെ പിടിച്ച് ബന്ധിച്ചിടുവാനും തക്കവണ്ണം ഈ ശൗല് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള ഓർഡർ വാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അയാളുടെ ദമസ്കോസിലേക്കുള്ള യാത്രാമധ്യേ കർത്താവ് അയാളെ തൊടുവാനിടയായി. നമ്മളെയും കർത്താവ് ഇതുപോലെ ചില യാത്രകളുടെ മധ്യയാണ് കർത്താവ് തൊട്ടത്. അപ്പോൾ ആ തൊട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിന് നമ്മളെ കർത്താവ് തൊടുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ആ ശൗലിൻ്റെ ജീവിത ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ശൗലിനെ കർത്താവ് തൊട്ട ശേഷം, അല്ലെങ്കിൽ ആ ദമസ്കോസിൽ വെച്ച് കർത്താവിനെ സന്ദർശിച്ച ശേഷം, കർത്താവിനെ കണ്ട ശേഷം ശൗലെന്ന ആ വ്യക്തി നമ്മളിന്ന് ബൈബിളിൽ വായിക്കുന്ന അനേക ഭാഗങ്ങൾ എഴുതിയ പൗലോസ് എന്ന അപ്പോസ്തലനാക്കി മാറ്റി. അപ്പോൾ ശൗലെന്ന് പറഞ്ഞ കർത്താവിനെ കാണുന്നതിന് മുൻപുണ്ടായിരുന്ന ദുഷ്ടനായ വ്യക്തിയെ കർത്താവിനെ കണ്ടതിന് ശേഷം പൗലോസ് എന്ന അപ്പോസ്തലനാക്കി മാറ്റിയതാണ് നമ്മുടെ കർത്താവിൻ്റെ ശക്തി. അപ്പോൾ അപ്പോസ്തലനായതിനു ശേഷം അദ്ദേഹം ഒത്തിരി നന്മകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുവാൻ, ഒത്തിരി കർത്താവിൻ്റെ സുവിശേഷമായി പല പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പറയുവാനായിട്ട് കർത്താവ് ആ പൗലോസ് എന്ന അപ്പോസ്തലനെ ഉപയോഗിച്ചു. അതുപോലെ കർത്താവിന് വേണ്ടി തന്നെ ആ പൗലോസ് ജീവിക്കുവാനിടയായി. അങ്ങനെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ശൗലിനെ പോലെ ആയിരുന്ന അനുഭവത്തിലായിരിക്കാം. എന്നാൽ എന്നാണോ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, കർത്താവ് എന്നാണോ നമ്മളെ തൊടുന്നത്, അതിനുശേഷം നമ്മുടെ ജീവിതം തികച്ചും കർത്താവിന് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള പൗലോസിനെ പോലെ, അല്ലെങ്കിൽ ഒരു അപ്പോസ്തലനെ പോലെ, ഒരു പൗലോസിനെ പോലെ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടുവാൻ നമുക്കിടവരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച എൻ്റെ ഒരു സാക്ഷ്യത്തിലൂടെ എന്നെ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ശൗലിനെ പൗലോസ് അപ്പോസ്തലൻ എന്ന പേരിലേക്ക് മാറ്റിയ ദൈവം നമ്മളെയും കർത്താവിന് പ്രയോജനകരമായ, കർത്താവിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള വ്യക്തികളാക്കി മാറ്റും. ദേശത്തിൽ തന്നെ നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളായിരിക്കുവാൻ ഇടയാകും. നമ്മൾ ഒരു കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാൽ പുച്ഛിക്കപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്നെ വിളിക്കും, അല്ലെങ്കിൽ കർത്താവിനെ തിരഞ്ഞെടുക്കും. എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതായിരിക്കത്തില്ല. പൗലോസ് ആയതുപോലെ ദുഷ്ടനായൊരു വ്യക്തി കർത്താവിന് പ്രയോജനമുള്ള ഒരു വ്യക്തി തന്നെയായി മാറും. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എൻ്റെ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. ആ സ്നേഹം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും, നന്മകളാൽ നിറയ്ക്കും. നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. യേശു എന്നെ അനുദിനം നടത്തിടും.